നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കാരികുളത്ത് കാട്ടാന ശല്യം. വീട്ടുവളപ്പിൽ കയറിയ ആന കൃഷി നശിപ്പിച്ചു. വൈദ്യുതാപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCIയും ചേർന്ന് ആമ്പലൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഒലിമ പുതുക്കാട് 4ാം ഘട്ടം പൂർത്തീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ മുകുന്ദപുരം ചാലക്കുടി താലൂക്കുകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിച്ചു. പുതുക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന KK നാരായണന്റെ 13ാം ചരമവാർഷികം പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെയും ചെങ്ങാലൂർ മനക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ദേശീയപാത കൊടകരയിൽ കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടി. ദേശീയപാത കൊടകരയിൽ കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടി. മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൊടകര ഉളമ്പത്ത് കുന്നിൽ വെച്ച് പോലീസ് പിടികൂടി. 180 ലിറ്ററോളം വരുന്ന 20 കേസ് മദ്യമാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കോഡ ലോറ കാറും കാർ ഓടിച്ചിരുന്ന യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ചുള്ളിപ്പറമ്പ് വീട് ഇമ്പിച്ചാമു മകൻ 34 വയസ്സുള്ള മുബാസാണ് പിടിയിലായത്. കോട്ടയത്തേക്കാണ് മദ്യം കൊണ്ടുപോയിരുന്നത്. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കാരികുളത്ത് കാട്ടാന ശല്യം. വീട്ടുവളപ്പിൽ കയറിയ ആന കൃഷി നശിപ്പിച്ചു. വൻ നാശനഷ്ടങ്ങൾ വരുത്തി. കാരിക്കുളം സെൻട്രൽ 9ാം വാർഡിൽ താമസിക്കുന്ന ഉമ്മത്തൂർ മൊയ്തീൻകുട്ടിയുടെ വീട്ടുപറമ്പിലാണ് ആന കയറിയത്. ശനിയാഴ്ച പുലർച്ചെ 3ഓടെയാണ് സംഭവം. ശുചിമുറിയുടെ വാതിൽ പൊളിക്കുകയും സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർക്കുകയും അതിരുകളിലെ സംരക്ഷണ ഭിത്തി തകർക്കുകയും ചെയ്തു. ആളപായമില്ല. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി. 5 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 493 പേർക്ക് ഡെങ്കിപ്പനിയും 158 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 1/2 ലക്ഷം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷം. 5 ദിവസത്തെ കണക്ക് പുറത്തു വരുമ്പോൾ 55,830 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. വെള്ളിയാഴ്ച മാത്രം 11,438 പേർ. 5 ദിവസത്തെ കണക്കനുസരിച്ച് ഡെങ്കി സംശയിക്കുന്നത് 1,693 പേർക്കാണ്. സ്ഥിരീകരിച്ചത് 493 പേർക്ക്. 2 ഡെങ്കി മരണം സംശയിക്കുന്നു. 69 പേർക്ക് എലിപ്പനി, 3 മരണം. 64 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയും 21 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും സ്ഥിരീകരിച്ചു. 6 വെസ്റ്റ് നൈൽ കേസുകളാണ് സ്ഥിരീകരിച്ചത്. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് ഓഫീസും പുതുക്കാട് JCIയും ചേർന്ന് ആമ്പലൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCIയും ചേർന്ന് ആമ്പലൂരിൽ കൂട്ടയോഗം സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക്കിലെ NCC, NSS കായിക വിദ്യാർത്ഥികൾ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കുചേർന്നു. മുൻ ഇന്ത്യൻ നാഷണൽ ഫുട്ബോളർ CV പാപ്പച്ചൻ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B ഷീജ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിജ പോൾ, പുതുക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ KA ശിവദാസൻ, JCI പ്രസിഡന്റ് ജിൻഡോ ജോസഫ്, കോർഡിനേറ്റർ ജോസാൻഡോ തോമസ്, KSEB സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് ലിയോ രാജൻ, ത്യാഗരാജർ പോളിടെക്നിക് പ്രിൻസിപ്പൽ NJ സാബു എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പനഗർ മുതൽ പുതുക്കാട്, കാഞ്ഞൂർ, വെണ്ടൂർ വഴി തിരിച്ചെത്തുന്ന വിധത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പൊതുജനങ്ങൾ നേരിടുന്ന വൈദ്യുതി സംബന്ധമായ അപകടങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് ഈ കൂട്ടയോട്ടം ഇവിടെ നടത്തപ്പെടുന്നത്. വൈദ്യുതി ബോർഡിലെ അപകടങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് വളരെയേറെ 400ഓളം, കഴിഞ്ഞ വർഷം തന്നെ 400ഓളം അപകടങ്ങൾ പൊതുജനങ്ങൾക്ക് വൈദ്യുതി പ്രതിഷ്ഠാനങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇന്റർനാഷണൽ ടു ഗ്രീൻ സിറ്റിയെയും കൂടി പങ്കാളികളാക്കാനായിട്ടുള്ള KCBയുടെ ശ്രമത്തിന് ഞങ്ങൾ സാദരം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കൂട്ടയോടെ മനോഹരമാക്കുവാനായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ലിയോ രാജ് ഇതിനെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വിളിച്ചിരുന്നു. ഞാൻ KCBയുടെ ഒരു പ്രോഗ്രാമാണ്. കൂടുതൽ വിഷയമൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഞാൻ അവിടെ വന്നതിന് ശേഷം ഞാൻ അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ മുകുന്ദപുരം ചാലക്കുടി താലൂക്കുകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ അധ്യക്ഷ സുജ സജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ലളിത ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. മുകുന്ദപുരം സർക്കിൾ തല പ്രകാശനം മുൻ വനിതാ ഫെഡ് അധ്യക്ഷയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായ KR വിജയ നിർവഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരുന്നു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ K വേദവതി, കൗൺസിലർ OS അവിനാഷ്, മുൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KC ജെയിംസ്, ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ചെയർമാൻ MP ജാക്സൺ, അഷ്ടമിച്ചിറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറും മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറിയുമായ ബ്ലിസൺ C ഡേവിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ സഹകരണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറും കില റിസോഴ്സ് പേഴ്സണും ആയ VG ശശികുമാർ വിഷയം അവതരിപ്പിച്ചു. ചാലക്കുടി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ AJ രാജി മോഡറേറ്ററായിരുന്നു. ചർച്ചയിൽ വിവിധ ബാങ്ക് പ്രസിഡന്റുമാരായ KS ബാബു, CK ആനന്ദകുമാരൻ, VL ജോൺസൺ, ER വിനോദ്, KCEU പ്രതിനിധി സിൻഡോ മാത്യു, KCEF പ്രതിനിധി PS കൃഷ്ണകുമാർ, KCEC പ്രതിനിധി, മുകുന്ദപുരം അസിസ്റ്റന്റ് ഡയറക്ടർ, ഓഡിറ്റ് ഓഫീസ് സൂപ്രണ്ട് KN വിജയാംബിക എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ സ്വാഗത പ്രസംഗത്തിന് വളരെ കൃത്യമായി പറഞ്ഞു. അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്ന നമ്മളുടെ സെമിനാറിൽ പലരെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം, അതാണ് അന്താരാഷ്ട്ര സഹകരണ വാരത്തോടനുബന്ധിച്ച് കല്ലൂർ സഹകരണ ബാങ്കിൽ പതാക ഉയർത്തി. സീനിയർ ബാങ്ക് ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ സഹകരണ ദേശീയ പതാക ഉയർത്തി. ബാങ്ക് മാനേജർ രാഗി കൊല്ലേരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഭരണസമിതി അംഗങ്ങളായ ജിഷ മോഹൻദാസ്, സിദ്ധാനന്ദൻ പള്ളിവളപ്പൽ, ക്ലാർക്ക് ആൻഡോ, ഗാനപ്രിയ S സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന KK നാരായണന്റെ 13ാം ചരമവാർഷികം പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മുൻ MLA MK പോൾസൺ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് VK വേലുക്കുട്ടി, സെബി കൊടിയൻ, KJ ജോജു, TV പ്രഭാകരൻ, ജസ്റ്റിൻ ആറ്റുപുറം, പുതുക്കാട് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഈ നാടിനു വേണ്ടി ഈ ചെങ്ങാലൂര് ഗ്രാമം, ആ ഗ്രാമത്തിലും പുതുക്കാടിലും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ച വളരെയേറെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളെ തളം കെട്ടി നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ KK നാരായണൻ. ഒരു കാലഘട്ടത്തിൽ നാരായണനില്ലാത്ത ഒരു പ്രസ്ഥാനവുമില്ല. ശ്രീ KK നാരായണന്റെ ഓരോ കാര്യങ്ങളും വേലൂട്ടിയാട്ടം മുതൽ രാജു മുതൽ പോൾസൺ മാഷ് വരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും നാരായണനെ പറ്റി പല കാര്യങ്ങളും പറയാനായിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ദേശീയപാത കുറുമാലിയിൽ ടോറസ് ലോറിയിൽ കാറിടിച്ച് അപകടം. ദേശീയപാത കുറുമാലിയിൽ ടോറസ് ലോറിയിൽ കാറിടിച്ച് അപകടം. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 അപകടം ഉണ്ടായത്. കാർ ട്രാക്ക് മാറുന്നതിനിടെ ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകളെ കൃഷിയിലേക്ക് എന്ന ആശയം മുൻനിർത്തി ആരംഭിച്ച പൊലിമ പുതുക്കാട് 4ാം ഘട്ടം പൂർത്തീകരിച്ചു. പാലക്കപ്പറമ്പിൽ നടന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു.
കേരള സ്റ്റേറ്റ് കുടുംബശ്രീ മിഷൻ പ്രോഗ്രാം ഓഫീസർ എസ് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, അജിത സുധാകരൻ, അശ്വതി വിബി, K രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S സ്വപ്ന, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ KN ദീപ എന്നിവർ പ്രസംഗിച്ചു. പൊലിമ 4ാം ഘട്ടത്തിൽ മികച്ച രീതിയിൽ കൃഷി ഇറക്കിയ 8 പഞ്ചായത്തുകളിലെ ആദ്യ 3 സ്ഥാനക്കാരെ പുരസ്കാരം നൽകി അനുമോദിച്ചു. പുതുക്കാട് മണ്ഡലതലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത അയൽക്കൂട്ടങ്ങളായ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ അതുല്യ അയൽക്കൂട്ടത്തിന് 1ാം സ്ഥാനവും, വള്ളച്ചിറ ഗ്രാമപഞ്ചായത്തിലെ സൗന്ദര്യ അയൽക്കൂട്ടത്തിന് 2ാം സ്ഥാനവും, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അർപ്പണ അയൽക്കൂട്ടത്തിന് 3ാം സ്ഥാനവും ലഭിച്ചു. 5ാം ഘട്ടത്തിൽ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി കൃഷി വ്യാപിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പൊലിമ കാർഷിക പദ്ധതിയുടെ ചെയർപേഴ്സൺ ആമ്പലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ചതുശത നിവേദ്യം, സർവൈശ്വര്യ പൂജാ ചടങ്ങുകൾ നടത്തി. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. വൈകിട്ട് പഞ്ചാരിമേള അകമ്പടിയിൽ കാഴ്ചശിവേലിയും ദീപാരാധനയ്ക്ക് ശേഷം വലിയ ഗുരുതിയും ഉണ്ടായിരുന്നു. ചെങ്ങാലൂർ മനക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അഴകത്ത് മാധവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം ചടങ്ങുകൾ നടത്തി. വൈകിട്ട് തായമ്പക ഉണ്ടായിരുന്നു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ചടങ്ങ് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, മോഹനൻ വടക്കേടത്ത്, K രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാവരോടും 5 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേർന്നത്. എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഈ വർഷവും നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒല്ലൂർ സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുസമ്മേളനവും SSLC പരീക്ഷയിൽ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനവും റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. 100% വിജയം കൈവരിച്ച സ്കൂളിനെ മന്ത്രി അഭിനന്ദിച്ചു. PTA പ്രസിഡന്റ് ജോസ് ചാക്കോള അധ്യക്ഷനായി. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കരോളിൻ ജെറിഷ്, PTA വൈസ് പ്രസിഡന്റ് റിയോ റൈസൺ, സിസ്റ്റർ ജിത പോൾ, ലോക്കൽ മാനേജർ സിസ്റ്റർ ലിവ്സ്റ്റോ, സ്റ്റാഫ് പ്രതിനിധി V അജി ആൻഡോ എന്നിവർ പ്രസംഗിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ആദരണീയം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ C ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഭരണസമിതി അംഗം ഡേവിസ് പൊഴോപ്പറമ്പിൽ, സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ PO ജെൻസൺ, MO ജോൺ, സെക്രട്ടറി M ബ്രിസി ജോൺ, ഭരണസമിതി അംഗങ്ങളായ പ്രശാന്ത് നെടിയംപർവത്ത്, സുരേന്ദ്രൻ കൂടപ്പറമ്പിൽ, P നന്ദകുമാർ, KS രഘു, ശ്രീഹരി കർത്ത, ബിജു പയ്യപ്പിള്ളി, അമ്പിളി സജീവൻ, നിഷി, റിൻ, ഷിത ഷിഫാജ് എന്നിവർ നേതൃത്വം നൽകി. പുറത്ത് പരിപാടികൾ വളരെ വളരെ റെയർ ആയിട്ടാണ് ഞാൻ പങ്കെടുത്തത്. സോ ആഫ്റ്റർ എ മന്ത് ഇറ്റ്സ് വൺ ഓഫ് ദ പ്രോഗ്രാം ഐ എം പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പീപ്പിൾ ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. മറ്റത്തൂർ പഞ്ചായത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചെമ്പുച്ചിറ ഹൈസ്കൂളിനെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു ആദരവ് ഒരുക്കിയത്. മാവിൻചുവട് മണ്ണമ്പേട്ട പൊതുമരാമത്ത് റോഡിൽ മാവിൻചുവട് സെന്ററിൽ
ചാലിനു കുറുകെ ഇട്ടിരിക്കുന്ന സ്ലാബുകൾ പഴകി ദ്രവിച്ചത് ഭീഷണിയാകുന്നു. നിരവധി ആളുകളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അപകടക്കണിയിൽ ജനങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണെന്നും അപകടാവസ്ഥ സംബന്ധിച്ച് PWD അധികാരികളെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ പറഞ്ഞു. തുടർന്ന് വകുപ്പ് മന്ത്രിക്ക് പഞ്ചായത്ത് അംഗം പരാതി നൽകി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോ സൈമൻ എന്നിവർ പ്രസംഗിച്ചു. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്നും തൃശൂർ മേയർ MK വർഗീസ്. സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ്. താൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ തീർത്തും തെറ്റാണെന്നും താൻ CPMനൊപ്പമാണെന്നും മേയർ വ്യക്തമാക്കി. ഒരു മേയർ എന്ന നിലയ്ക്ക് കോർപ്പറേഷന്റെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകേണ്ടതെന്നാണ് എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പോകാൻ നിർബന്ധിതമാണ്. ഞാൻ പോകുന്നു. അത് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം തന്നെ വേറെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനം ഗണിതശാസ്ത്ര പര്യവേഷകനായ TN രാമചന്ദ്രൻ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ T അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗണിതശാസ്ത്ര ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PA നിഖില, സെക്രട്ടറി അതുൽ കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. പൂങ്കോത്ര ALP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണം നടത്തി. പ്രധാനാധ്യാപിക ഷീജ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരവും വിദ്യാർത്ഥികൾ ഒരുക്കി. അധ്യാപിക പ്രിയ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിദ്യാപ്രസാദ് അധ്യക്ഷത വഹിച്ചു. അധ്യാപികയായ ഇന്ദുജ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ബഷീർ എന്ന സാഹിത്യകാരനെയും അദ്ദേഹത്തിന്റെ കഥകളെയും പരിചയപ്പെടുത്തി EK രാജലക്ഷ്മി, പാർവതി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ ബഷീർ കഥയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പന്തലൂർ ജനത UP സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വായനക്കാർ എന്നിവർ സന്നിഹിതരായി. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെയും ചാലക്കുടി കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തും. രാവിലെ 8:30 മുതൽ 12 വരെയാണ് ക്യാമ്പ് നടക്കുക. നന്ദിക്കര വിൻകോസ്റ്റിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആമ്പലൂർ കളരിക്കൽ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടക്കും. രാവിലെ 5:45 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 8:30 നാദസ്വരവും 10 കലശാഭിഷേകവും നടക്കും. പ്രസാദൂട്ടും ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 താലം വരവ്, തുടർന്ന് വിവിധ കലാപരിപാടികൾ, കലാപ്രതിഭകൾക്ക് പ്രോത്സാഹന സമ്മാനദാനം എന്നിവയും ഉണ്ടാകും. തലോർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈജു അയ്യഞ്ചിറ, CPI-M ഒല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KA സുരേഷ്, KM വാസുദേവൻ, ബാങ്ക് സെക്രട്ടറി KV ഷാജു എന്നിവർ പ്രസംഗിച്ചു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും പുതുക്കാട് വെച്ച് സംഘടിപ്പിക്കും. രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. കഥാകൃത്ത് AK ശിവദാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ IV ദാസ് അനുസ്മരണം നടത്തും. കവി വർഗീസ് ആന്റണി മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. കാലാവസ്ഥ: കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 24°C രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBS-ഉം TCMC കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായം 25 മുതൽ 45 വരെ. മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന.
താൽപര്യമുള്ളവർ ഈ മാസം 10 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027512232. ആളൂർ SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. MSc ഫിസിക്സ് B.Ed സെറ്റ് യോഗ്യതയുള്ളവർ തിങ്കളാഴ്ച രാവിലെ 11 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം. പുലുറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്ത വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 12 രാവിലെ 10 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. അപേക്ഷകർ ബയോഡാറ്റ botkkktm@gmail.com ഇമെയിലിൽ ലഭ്യമാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048028022213. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. വട്ടനാത്ര പുളിക്കൽ നാരായണൻ നായർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. മോഹനൻ, സരിത എന്നിവർ മക്കളും രാജി, രാജശേഖരൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കാരികുളത്ത് കാട്ടാന ശല്യം. വീട്ടുവളപ്പിൽ കയറിയ ആന കൃഷി നശിപ്പിച്ചു. വൈദ്യുതാപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ KSEB പുതുക്കാട് സെക്ഷൻ ഓഫീസും പുതുക്കാട് JCIയും ചേർന്ന് ആമ്പല്ലൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഒലിമ പുതുക്കാട് 4ാം ഘട്ടം പൂർത്തീകരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ മുകുന്ദപുരം, ചാലക്കുടി താലൂക്കുകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിച്ചു. പുതുക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന KK നാരായണന്റെ 13ാം ചരമവാർഷികം പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെയും ചെങ്ങാലൂർ മനക്കലക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ദേശീയപാത കൊടകരയിൽ കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യം പിടികൂടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.